ശൈത്താന് അതിനാൽ മനുഷ്യരോട് പകയും ദേഷ്യവും കൊണ്ടു നടന്നു. അവൻ മനുഷ്യരെ വഴിതെറ്റിച്ച് അവന്റെ പ്രതികാരം നിർവഹിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. അല്ലാഹു പിന്നീട് ആദം നബിക്ക് സ്വർഗത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും പേരുകൾ പഠിപ്പിച്ചു. സിംഹം, ആട്, ഒട്ടകം, ആന, പ്രാവ്, മയിൽ തുടങ്ങി എല്ലാ ജീവികളുടെയും പേരുകൾ പഠിപ്പിച്ചു. അവിടെയുള്ള ഏത് പഴങ്ങളും കഴിക്കാൻ ആദം നബിക്ക് അനുവാദം നൽകി. ഒന്നൊഴികെ ജ്ഞാനത്തിൻ്റെ പഴം കഴിക്കരുത് എന്ന് അല്ലാഹു ആദം നബിയോട് കൽപ്പിച്ചു. അത് വിലക്കപ്പെട്ട കനിയാണ്. ആദം നബി സ്വർഗത്തിലെ ജീവിതം വളരെയധികം സന്തോഷത്തോടെ ആസ്വദിച്ചു. ഒന്നൊഴികെ ഏതു പഴവും കഴിക്കാൻ സ്വതന്ത്രനായിരുന്നു ആദം നബി. മിക്ക സമയങ്ങളിലും അദ്ദേഹം സ്വർഗത്തിലെ മൃഗങ്ങളോടുകൂടെ കളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആദം നബി ഒറ്റപ്പെടാൻ തുടങ്ങി. അപ്പോൾ അല്ലാഹു ആദം നബിക്ക് ഒരു ഇണയെ നൽകാൻ തീരുമാനിച്ചു. അന്ന് ആദം നബി ഉറങ്ങുമ്പോൾ ലോകത്തിലെ ആദ്യ വനിതയെ അല്ലാഹു സൃഷ്ടിച്ചു. ഉറക്കമുണർന്ന ആദം നബി തൻ്റെ ഇണയെ കണ്ട് സന്തോഷവാനായി. അദ്ദേഹം അവൾക്ക് ഹൗവ എന്ന് പേര് വിളിച്ചു. അവർ കുറേക്കാലം സ്വർഗത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. ശൈത്താൻ അപ്പോഴും മനുഷ്യരോട് പകയും കൊണ്ട് നടന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞതെല്ലാം ആദം നബി മറന്നിട്ടുണ്ടാകും എന്ന് ശൈത്താൻ മനസ്സിലാക്കി. അവരെ കൂടി സ്വർഗത്തിൽ നിന്നും പുറത്താക്കാൻ ശൈത്താൻ പദ്ധതിയൊരുക്കി. ശൈത്താൻ സ്വർഗത്തിലെത്തുകയും ആദം നബിയെയും ഹൗവ ബീവിയെയും വിലക്കപ്പെട്ട കനി കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അവർ അറിയാതെ ആ പഴം കഴിക്കുകയും അത് പൂർണ്ണമാകും മുമ്പ് തന്നെ അവരുടെ തെറ്റ് മനസ്സിലാക്കുകയും ചെയ്തു. അവർ കുറ്റബോധം കൊണ്ട് വിഷമിച്ചു. പഴം കഴിച്ച ശേഷം നഗ്നരാണെന്ന സത്യം അവർ മനസ്സിലാക്കുകയും ഇലകൾ കൊണ്ട് നാണം മറയ്ക്കുകയും ചെയ്തു.